ഹലോ, അങ്ങനെ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്കൊക്കെ ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഈ വീഡിയോ ഒത്തിരി മാസങ്ങൾക്ക് മുന്നേ, ഏകദേശം ഒരു 7-8 മാസങ്ങൾക്ക് മുന്നേ എടുത്തൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ എനിക്കത് എഡിറ്റ് ചെയ്യാനുള്ള സാവകാശമൊന്നും കിട്ടിയില്ല. ഇത് രാവീസ് അഷ്ടമുടിയിൽ ഞങ്ങളൊരു ദിവസം പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോ ക്ലിപ്സ് എല്ലാം കൂടെ ചേർത്ത് ഞാനൊരു വ്ളോഗാക്കിയേക്കാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് എൻ്റെ ഹസ്ബൻഡും ഞാനും പിള്ളേരും എൻ്റെ ഡാഡി മമ്മി എൻ്റെ ബ്രദേഴ്സ് എല്ലാം കൂടെ ഞങ്ങൾ അഷ്ടമുടിയിൽ രവീസിലേക്ക് ഒരു ദിവസം വെറുതെ ഒരു ദിവസത്തേക്കായിട്ട് ഞങ്ങൾ പോയി. അപ്പം ഞാൻ അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ ബോട്ട് റൈഡ് ഉണ്ട്, അവർ ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അന്നൊന്ന് കയറാം, എന്നിട്ട് പിന്നെ അവിടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിക്കാം. കാരണം നമ്മൾ പേര് കേട്ടിട്ടുള്ള ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കാമെന്നൊക്കെ കരുതി ഞങ്ങളൊരു ദിവസം അവിടെ പോയി. നല്ല മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയറും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റും ആയിരുന്നു. ഞങ്ങൾ കയറി ചെന്നപ്പോൾ തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് തന്നെ ഒട്ടും ആർട്ടിഫിഷ്യലല്ല, വളരെ നാച്ചുറലി മെയ്ഡായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ആംബിയൻസൊക്കെ കണ്ട് ഞങ്ങളവിടെ കുറച്ച് നേരം ചില്ല് ചെയ്ത് അവിടെയൊക്കെ ഇരുന്ന് അങ്ങനെ ഞങ്ങളെല്ലാവരും ബോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണിപ്പോൾ. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ബോട്ടിലേക്ക് കയറാൻ പോവാണ്. നമ്മൾ രാവീസ് അഷ്ടമുടിയുടെ ബോട്ട് റൈഡിലേക്ക് പോകാൻ പോവാണ്. നിങ്ങളും കൂടെ കാണാൻ വാ, ഞങ്ങളുടെ കൂടെ നമുക്ക് കാണാം എങ്ങനെ ഉണ്ടെന്ന്. നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് കൊല്ലത്തുള്ള രാവീസ് അഷ്ടമുടിയിൽ വന്നിട്ട് ഈ ബോട്ട് റൈഡിൽ ചെയ്ത് നോക്ക്. എങ്ങനെ ഉണ്ടെന്നുള്ള എക്സ്പീരിയൻസ് ബോട്ട് റൈഡിന് ശേഷം ഞാൻ പറയാമേ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ മീനിനെ കോലാനെന്നാണ് കൊല്ലം ഭാഗത്തൊക്കെ പറയുന്നത്. അത് നീണ്ടിങ്ങനെ പെൻസിൽ പോലെ നീണ്ട് വരും. അതിൻ്റെ ഷാർപ്പായിട്ടുള്ള പെൻസിൽ പോലത്തെ ചുണ്ടാണ് ഈ മീനുള്ളത്. എന്നിട്ട് നീണ്ട് വരും. കോലാനെന്നാണ് അതിന് പറയുന്നത്. ऐसा काम let's go bye മേലെ നിക്ക് മോഡലാണ് നല്ലത്. അങ്ങനെ ബോട്ടൊക്കെ മുന്നോട്ട് പോയി തുടങ്ങിയിട്ട് കുറച്ച് നേരം ആയി കേട്ടോ. നമ്മളങ്ങനെ ബോട്ടിൽ നിന്ന് ദൂരത്തേക്ക് നോക്കുമ്പോൾ നമ്മളുടെ ആ റിസോർട്ട് കാണാം. അവിടെ റേവീസ് കാണാം. അതാണ് ആ കാണുന്നതാണ് റേവീസ്. ചുറ്റിനും ആൾക്കാരൊക്കെ താമസിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ട് അമ്പലങ്ങൾ, പള്ളി ഇതൊക്കെയുണ്ട് ചുറ്റിനും. ഇതാണ് അഷ്ടമുടി കായൽ. ഇത് അഷ്ടമുടി കായലല്ലേ? നമ്മളിപ്പം അഷ്ടമുടി കായലിൽ കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ആരെയും എൻ്റെ ഫാമിലി
ഫാമിലിയെ പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ. ഓക്കെ, അതാണ് എനിക്ക് 2 അനിയന്മാരാണ് ഉള്ളത്. അവന്മാർ ഇരട്ടകളാ. ഇത് നിന്റെ പേര് പറയണോ? എന്റെ പേര് ഗ്യാരി. എന്താണ് അത് ചിരിക്കുന്നത്? ഇതാണ് കുഴപ്പം. ഇതാണ് ഫാമിലി എല്ലാവരും കൂടെ കൂടിയുള്ള കുഴപ്പം. ഇവന്റെ പേര് ഗ്യാരി. നിന്റെ പേരെന്താടാ? ഗ്ലെൻ. അപ്പൊ ഗ്യാരി, ഗ്ലെൻ, ഇതാണ് എന്റെ 2 അനിയന്മാര്. നീ ആരാടി? നിന്റെ പേരെന്നാ? ഓക്കെ, ഇവിടെ അച്ചാച്ചന് ഇരിപ്പുണ്ട്. Hello guys. ഇതാരാ? ഐസയുണ്ട് എന്റെ മോന്. എന്താ ഇപ്പഴത്തെ അമ്മ ഹായ് പറ. ഇതെന്റെ മമ്മി. Hi. ഇതെന്റെ ഡാഡി. ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഞങ്ങള് മാത്രമായിട്ട് ജസ്റ്റ് ഒരു ഫാമിലി ആവട്ടെ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 40 മിനിറ്റ്സ് അവേ ആണ് ഈ അഷ്ടമുടി, കായലും റവീസ് അഷ്ടമുടി. അപ്പം നമുക്ക് ഈ ബോട്ടിങ്ങിന് വിടുന്ന 2 ടൈപ്പ് ബോട്ടിംഗ് സർവീസ് ആണ് അവർ തരുന്നത്. ഒന്ന്, നമുക്ക് മണിക്കൂറിലേക്ക് ബോട്ടിംഗ് എടുക്കാം. അതായത് ഒരു 3500 റുപ്പീസിനാണ് 1 മണിക്കൂറത്തെ ബോട്ട് റൈഡ്. എന്നിട്ട് നമുക്ക് അവരുടെ ഹോട്ടലിലോ ഒക്കെ പോയിട്ട് നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാം. അല്ലെങ്കിൽ പെർ ഹെഡ് അവർ പറഞ്ഞ് $1,300 റുപ്പീസ് പ്ലസ് ടാക്സ് കൊടുത്താൽ പെർ ഹെഡ് 1,300 റുപ്പീസ് പ്ലസ് ടാക്സ് കൊടുത്താൽ ബോട്ടിൽ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനത്തെ സർവീസും ഉണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ചൂസ് ചെയ്തേക്കുന്നത് 1 hour ബോട്ട് റൈഡ് പ്ലസ് അവരുടെ ഹോട്ടലിൽ പോയിട്ട് നമുക്ക് അവിടെയൊക്കെ റിസോർട്ടിനകത്തൊക്കെ ഒന്ന് കണ്ട് കറങ്ങി ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാം. നേവി എന്താണ് ഇതല്ലേ ഇത് പൊങ്ങിക്കിടന്നല്ലോ ബൊമ്മ. So we're going to a it's a vacation, and we're already on it. Tomorrow's going to be the day we're leaving. And this is where the movie started, facing at a photo they've taken. Space tree flying through the skies and petals happen everywhere. അപ്പോൾ അത് നമ്മൾ കണ്ടില്ല. അത് അവർ ബോട്ടിൽ വന്നിട്ട് അത് മീനും പിടിക്കുകയല്ലേ അവർ ഈ കുടുംബമായിട്ട് ബോട്ടിൽ വന്നിട്ട് മീൻ പിടിക്കുന്ന കാഴ്ചകളാണ്. ഇവിടെയൊക്കെ ഉള്ള അടുത്തുള്ള വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒരു ഇൻകം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ബോട്ടിൽ വന്ന് മീൻ പിടിക്കുക, അവർ കൊണ്ടുപോയി വിൽക്കുക വള്ളത്തിൽ. സോ അവരുടേതായ കുഞ്ഞു വള്ളത്തിൽ വന്ന് അവർ മീൻ പിടിച്ചുകൊണ്ട് പോയിട്ട് അതെ കരിമീൻ, അല്ലെങ്കിൽ പിന്നെ കക്ക ഇറച്ചി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, കുഞ്ഞു മസിൽസ്, ക്ലാംസ്, അതൊക്കെയാണ് ഇവരുടെ. അവരതൊക്കെ വന്നിട്ട് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റാണ് അവരുടെ ഡെയിലി ഇൻകം അവർ കണ്ടെത്തുന്നത്. ഇവിടുത്തെ ഒരു ഇൻകം ജനറേഷൻ അങ്ങനെയാണ് ഈ സറൗണ്ടിങ് ആൾക്കാരുടെ. സോ നോക്കൂ എന്ത് വേണ്ടി ബോട്ടുകളാണെന്ന് കിടക്കുന്നത്. എൻ്റെ അമ്മയാണെങ്കിൽ പണ്ട് മമ്മി പറയുന്നത് കേൾക്കാം, മമ്മിയുടെ സ്കൂളിലും കോളേജിലും ഒക്കെ ഭയങ്കര ബാലതിലകമോ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര പാട്ടിനും ഡാൻസിനും ഒക്കെ ഭയങ്കര മുൻപന്തിയിലായിരുന്നു. അപ്പോൾ മമ്മിക്ക് വല്ലപ്പോഴേ കൊച്ചുമോളെ കിട്ടത്തുള്ളല്ലോ. അപ്പോൾ ആ കിട്ടുന്ന അവസരം മമ്മി കഴിച്ചാലോ. നമുക്ക് സംരക്ഷണം നൽകുന്ന
അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഉച്ചയായി, ഞങ്ങൾക്ക് കഴിക്കാനുള്ള സമയമൊക്കെ ആയി. ബോട്ട് അങ്ങനെ റിസോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് റിസോർട്ടിനകത്ത് ചെന്നിട്ട് എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെയാണെന്ന് കാണാം. അപ്പം ഞങ്ങൾ ഫുഡ് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കുമല്ലോ, ഈ രാവീസ് അഷ്ടമുടി എന്ന് പറയുന്ന റിസോർട്ടിലെ ഒരു എക്സിക്യൂട്ടീവ് ഷെഫുണ്ട്, ഷെഫ് പിള്ള. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കും ഷെഫ് പിള്ളയെ. ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻ്റാണ്, പുള്ളിക്കാരനാണ് അവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫ്. പുള്ളിക്കാരൻ ഡെവലപ്പ് ചെയ്ത റെസിപ്പീസൊക്കെ അവിടെ ഒത്തിരി ഉണ്ട്. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് ഷെഫ് പിള്ള അവിടെ ഇല്ലായിരുന്നു. പുള്ളിക്കാരൻ ലണ്ടനിൽ പോയിട്ട് അവിടെ കൊറോണ സംബന്ധിച്ച് അവിടെ സ്റ്റക്കായി പോയിട്ട് അവിടെ ആയിരുന്നു ആ സമയത്ത്. പക്ഷെ ഫുഡൊന്നും വളരെ ടേസ്റ്റി ഒന്നും അല്ലായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ. ഞാൻ എക്സ്പെക്റ്റേഷനോടുകൂടി പോയോണ്ടായിരിക്കും. ആവറേജ് ആയിരുന്നു. ഫ്രഷൊന്നും അത്ര ഫിഷും ക്രാബും ഒന്നും അത്ര ഫ്രഷ് ഒന്നും അല്ലായിരുന്നു. ഇത് ഞാൻ ഷെഫ് പിള്ളയെ അറിയിക്കുക ചെയ്തു ഇൻസ്റ്റഗ്രാമിൽ കൂടെ. പുള്ളിക്കാരൻ അദ്ദേഹമാണെങ്കിൽ വളരെ ആ ക്രിറ്റിസിസത്തിനെ വളരെ രീതിയിൽ ഹെൽത്തി ആയിട്ട് അംഗീകരിച്ചിട്ട് പുള്ളിക്കാരൻ എനിക്ക് റെസ്പോണ്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നല്ലൊരു ഇടപെടലായിരുന്നു ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം അവന് അപ്പോളജൈസൊക്കെ ചെയ്ത് പുള്ളിക്കാരൻ്റെ കിച്ചണിൽ നിന്ന് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതിലൊക്കെ അത് നമ്മൾ പറയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ റിസോർട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഭയങ്കര കാം ആൻഡ് സെറീനായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഒരു 3-4 ഫാമിലീസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ദ ഹോൾ റെസ്റ്റോറൻറ്റിലായിക്കോട്ടെ റിസോർട്ടിലായിക്കോട്ടെ എല്ലാം. കോവിഡിൻ്റെ സമയം ആയതുകൊണ്ടാകാം, പക്ഷേ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഒരു ദിവസം കൊണ്ട് കിച്ചണിൽ അങ്ങനെ വന്നെന്നും പറഞ്ഞ് എപ്പോഴും അവിടുത്തെ ഫുഡ് അങ്ങനെ ആവണം എന്നില്ല. വളരെ പേര് കേട്ട അഭിപ്രായമുള്ള ഒരു റെസ്റ്റോറൻറ്റും റിസോർട്ടുമാണിത്. ഞങ്ങൾക്ക് ഭാഗ്യമില്ലാണ്ട് പോയെന്ന് വേണേൽ പറയാം. നിങ്ങളിത് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്ന ഈ വീഡിയോ ഞങ്ങൾ ആ ഇൻഫിനിറ്റി പൂളിൻ്റെ അവിടെയൊക്കെ ഇരുന്ന് കുറേ നേരം സംസാരിച്ച്, ഡാഡിയും മമ്മിയും ഞങ്ങളൊന്നും എപ്പോഴും കാണുന്നവരല്ല. ഞങ്ങൾ കുറേ നേരം നല്ല സമയമൊക്കെ ചിലവഴിച്ചു.